ഹലോ, ഇന്ന് ഡേ 7 ഇൻ ന്യൂസിലൻഡാണ്. നമ്മൾ ക്യൂൻസ്റ്റൗണിനോട് ബൈ ബൈ പറയാണ്. ഇന്ന് നമ്മൾ ക്യൂൻസ്റ്റൗൺ ടു ഫോക്സ് ഗ്ലേഷ്യർ ഡ്രൈവ് ചെയ്യാണ്. വലിയൊരു ഡ്രൈവാണ്. നമുക്കൊരു 330 കിലോമീറ്റേഴ്സ് ഉണ്ട്. 4.5 മണിക്കൂറാണ് ഡ്രൈവിംഗ് ടൈം. നല്ലൊരു സീനിക് ഡ്രൈവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ നിർത്തിയാണ് പോകുന്നത്. നമ്മളൊരു വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ എത്തുള്ളൂ. നമുക്ക് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഡ്രൈവിലുടനീളം നമ്മളിങ്ങനെ അപ്പ് ഹിൽ ഡൗൺ ഹിൽ അങ്ങനത്തെ ഒരു ഡ്രൈവാണ്. എഗെയിൻ അതിമനോഹരമായിട്ടുള്ള ഡ്രൈവായിരുന്നു. ഇത് 2 ലൈനാണ്, കുറച്ച് ചെറിയ റോഡാണ്. അപ്പോൾ നമുക്ക് ഈ ഡ്രൈവിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ സ്ലോ വെഹിക്കിൾസിന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ പുറകിൽ വരുന്ന വണ്ടികളെ കയറ്റിവിടാനുള്ള ഒരു സൗകര്യമുണ്ട്. അതുപോലത്തെ ബോർഡ് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ പോകുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി ഈ കാഴ്ചകൾ കണ്ട് കുറച്ച് സ്ലോ ആയി തന്നെയാണ് പോവുക. അപ്പോൾ നമ്മളിങ്ങനെ പുറകിൽ വണ്ടികൾ വരുമ്പോൾ നമ്മളിങ്ങനെ സ്ലോ വെഹിക്കിൾസ് ബേ എന്നാണ് പറയുക. ഈ സ്ഥലത്ത് ഒന്ന് കയറിയിട്ട് അപ്പോൾ നമ്മുടെ പുറകിലുള്ള വണ്ടികൾ പാസ് ചെയ്ത് പോകുമല്ലോ. നമ്മൾ സ്പീഡ് ലിമിറ്റിലും താഴെയാണ് പോകുന്നത്. നമ്മുടെ പുറകിലിങ്ങനെ വണ്ടികളുണ്ടെങ്കിൽ അവരെ പാസ് ചെയ്യാൻ അനുവദിക്കണം എന്നുള്ള ഒരുപാട് ബോർഡുകൾ നമുക്ക് ഈ ഹൈവേയിലുടനീളം കാണാൻ പറ്റും കേട്ടോ. അതൊക്കെ ഭയങ്കര അപ്രീഷിയേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരുവിധം എല്ലാവരും അതൊക്കെ ഫോളോ ചെയ്താണ് വണ്ടി ഓടിക്കുക. എന്നാലും ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്ന ഭാവത്തിൽ പോകുന്ന ആളുകളെയും കാണാൻ പറ്റും. ഇന്ന് നമ്മുടെ 7th ഡേ ആണ് ന്യൂസിലൻഡിൽ. നമ്മൾ കുറച്ചൊക്കെ ഡ്രൈവ് ചെയ്തു, കുറേ സ്ഥലങ്ങൾ കണ്ടു. എന്നാലും ഫസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതേ എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഡ്രൈവ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. കാരണം അത്രയും വ്യത്യസ്തമായിരുന്നു ഓരോ വഴികളും, ഓരോ യാത്രകളും. എല്ലാ ദിവസവും നമുക്ക് വേണ്ടി പുതുമയുള്ള വഴികളും കാഴ്ചകളും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ കർഡ്രോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ടൗണാണ്. ഇവിടെ ഒരു വെറൈറ്റി അട്രാക്ഷൻ ഉണ്ട്. അതാണ് ബ്രാ ഡ്രോണ വോൾ. കാണുന്ന പോലെ തന്നെ ബ്രാ കൊണ്ടുള്ള ഒരു വോളാണ്. ഇതൊരു ഫണ്ണായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോൾ ഇത് മോർ ലൈക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ഫൺ സ്റ്റോപ്പാണെന്ന് പറയാം. എനിക്ക് തോന്നുന്നില്ല ലോകത്ത് വേറെ എവിടെയും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നു കേട്ടോ. ഇത് ഓൺ ദ വേ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ്. ഞങ്ങളവിടെ നിർത്തി ചുമ്മാ ഒരു ഭയങ്കര കൗതുകമുള്ള കാഴ്ചയായിട്ട് തോന്നി ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് വണാക്ക എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണാണ്. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു മൗണ്ട് അയൺ ട്രാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്കിംഗ് ട്രെയിലാണ്. അങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് വണാക്ക സിറ്റി. നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വ്യൂ കിട്ടും. ചെറിയ ടൗണാണ്, പക്ഷേ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്ന് പറയാം. നമ്മളിവിടെ വണാക്ക എത്തി. നമ്മൾ ആദ്യം പോകുന്നത് മൗണ്ട് അയൺ ലൂപ്പ് ട്രാക്ക്. ഇതൊരു 4.5 കിലോമീറ്റേഴ്സ് ഉള്ള ഒരു ട്രാക്കാണ്. ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തന്നെ എൻഡ് ആകും. കണ്ടോ, അവിടെ നിന്നൊക്കെ ആളുകൾ തിരിച്ചു വരുന്നുണ്ട്. ഇതങ്ങനെ ഒരു മീഡിയം ഹാർഡായിട്ടുള്ള ഒരു വോക്കാണ്. ഫാമിലീസിനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു വോക്കാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ലൊരു കയറ്റമാണ്. അത്ര ഈസി ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. നല്ല തിരക്കുള്ളൊരു ട്രാക്കാണ്. ഇഷ്ടംപോലെ ആളുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ കൂടെയാണ് നമ്മുടെ ഒരു യാത്ര. ആദ്യം നമുക്ക് കുറേ സമയം ആ ഒരു സിറ്റിയുടെ ഒരു ദൂരക്കാഴ്ച കാണാമായിരുന്നു. പിന്നെ ചെറിയ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് പതുക്കെയാണ് പോകുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല കയറ്റമാണ്.
നമ്മളങ്ങനെ മല കയറി 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 ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ കയറ്റമാണ്. അത്യാവശ്യം നല്ലൊരു ഹൈ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ബാക്കിലാണ് കാണുന്നതാണ് വണാക്ക ലേക്ക്. നല്ലൊരു അടിപൊളി വോക്കാണ്. അത്ര ഈസി ഒന്നല്ല കേട്ടോ. നമ്മളിങ്ങനെ ബ്രേക്കൊക്കെ എടുത്ത് പതുക്കെ പതുക്കെയാണ് പോകുന്നത്. ഇവിടെ നിന്ന് നമുക്ക് വണാക്ക സിറ്റിയുടെ ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടും. ഞങ്ങളങ്ങനെ നടന്ന് നമ്മളതിൻ്റെ ഒരു പീക്ക് പോയിന്റ്, സമ്മിറ്റ് എന്നൊക്കെ പറയില്ലേ, അവിടെ എത്തി. അവിടെ കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിനി തിരിച്ച് ഡൗൺ ഹില്ലാണ്. നമ്മളപ്പോൾ ഈ മല ഇങ്ങനെ കയറി ഇനി ഇത് തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങുന്നത് വേറൊരു വഴിയിൽ കൂടിയാണ്. വേണമെങ്കിൽ നമുക്ക് വന്ന വഴിയിൽ കൂടെയും പോവാം. ശരിക്കും പറഞ്ഞാൽ നല്ല കയറ്റം കയറുന്നതിലും ബുദ്ധിമുട്ടാണ് ഇറങ്ങാനായിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് അവസാനം കാർ പാർക്കിലെത്തി. അത്യാവശ്യം നല്ല വോക്കായിരുന്നു. നല്ല കയറ്റവും നല്ല ഇറക്കമായിരുന്നു. പക്ഷേ നല്ല അടിപൊളി വോക്കായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനിയിപ്പം നമ്മൾ ലേക്ക് വണാക്ക, അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. ഹലോ, എങ്ങനെ ഉണ്ടായിരുന്നു? മടുത്താ? എങ്ങനെ ഉണ്ടായിരുന്നു അനീഷ് വോക്ക്? സൂപ്പറായിരുന്നു അല്ലേ? നമ്മൾ ലേക്ക് വണാക്ക അങ്ങോട്ട് ഡ്രൈവ് ചെയ്യാണ്. അത്യാവശ്യം നല്ല ട്രാഫിക്കാണ്. നമ്മളീ പോകുന്ന വഴി രണ്ട് സൈഡിലും ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സും ഈറ്ററീസും ഒക്കെയാണ്. നമ്മളപ്പോൾ ലേക്കിൽ പോയിട്ട് തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഫോക്സ് ഗ്ലേഷ്യറിലോട്ടുള്ള ജേണി കണ്ടിന്യൂ ചെയ്യാനാണ് പരിപാടി. ലേക്ക് വണാക്കയുടെ ചുറ്റും ഒരുപാട് സ്ഥലമുണ്ട്. നമുക്കതിൽ വാക്കിംഗ് ട്രെയിൽസ് ഉണ്ട്. ഒരുപാട് ഹാപ്പനിങ് ആണ് ഇതിൻ്റെ ഇൻ ആൻഡ് അറൗണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. എന്നാലും നല്ല തിരക്കാണ്. പക്ഷെ പാർക്കിംഗ് ചെയ്യാനോ അങ്ങനെയൊന്നും നമ്മൾ തപ്പി നടക്കേണ്ടിയൊന്നും വന്നില്ല. അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ ഒരു ലേക്ക് വണാക്കയിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അങ്ങ് ദൂരെ കാണുന്നില്ലേ, ആ ഒരു മരമാണ്. ഒറ്റയ്ക്ക് നിൽക്കുന്ന മരം. ദ വണാക്ക ട്രീ, അങ്ങനെയാണ് ഈ ഒരു ട്രീ അറിയപ്പെടുന്നത്. ഇത് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒക്കെ ഒരു ഡ്രീം സ്പോട്ടാണെന്ന് പറയാം. ആൻഡ് അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, എന്തോ ഒരു സ്പെഷ്യാലിറ്റി ആ മരത്തിനുണ്ടെന്ന് നമുക്ക് തോന്നുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. ഒരു ഭയങ്കര കാംനെസ്. എന്ത് വന്നാലും ഞാൻ വീഴില്ല, ഇങ്ങനെ പൊരുതി നിൽക്കും എന്നൊക്കെ തോന്നുന്ന ഒരു അങ്ങനത്തെ ഒരു ഫീലാണ് ആ മരം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആ മരം നമ്മളോട് അങ്ങനെ പറയുന്ന പോലെ തോന്നി. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആ മരത്തിൻ്റെ ഒരു കാംനെസ്സും ആ ഒരു ലേക്കിൻ്റെ ഒരു പീസ്ഫുൾനെസ്സൊക്കെ അങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങളിനി ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഫുഡ് ട്രക്കും അല്ലാതെ ചെറിയ ചെറിയ ഈറ്ററീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫുഡ് ട്രക്ക് ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഫുഡ് ട്രക്ക് പാർക്ക് വണാക്ക എന്നാണ് ഈ ഒരു ഫുഡ് ട്രക്ക് ഏരിയയ്ക്ക് പറയുന്നത്. ആൻഡ് ഇത് ഭയങ്കര യുണീക്കായിട്ടുള്ള ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ ഒരു ചെറിയ ക്രീക്ക്, അതിൻ്റെ ചുറ്റും നമുക്കിങ്ങനെ ഇരുന്ന് കഴിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ആൻഡ് ഇതിൻ്റെ ചുറ്റും കുറേ ഫുഡ് ട്രക്ക്. ഫുഡാണെങ്കിൽ അടിപൊളി. എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടത് ആ ഒരു ആംബിയൻസ് ആണ്. ആൻഡ് ആ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല കണ്ണാടി പോലത്തെ വെള്ളം. നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് പോലെ തോന്നിയത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ. ആൻഡ് ഇതങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ പ്ലാനിലൊന്നും ഇല്ലായിരുന്നു ഫുഡ് കഴിക്കാനൊരു സ്ഥലം എന്നേ വിചാരിച്ചല്ലോ. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഇവരപ്പോൾ അങ്ങോട്ട് പോയപ്പോഴേ പറഞ്ഞായിരുന്നു അവർക്കൊരു ബബിൾ ടീ വേണമെന്ന്. അപ്പോൾ അവിടെ അങ്ങനെ ക്യൂ നിന്നിട്ട് ആ ക്യൂവിന് ഒരനക്കവും ഇല്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ വേറെ എവിടെന്നെങ്കിലും എന്തെങ്കിലും മേടിക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വീണ്ടും നമ്മൾ ആ ലേക്കിൻ്റെ അടുത്ത് പോയി കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്നു. ഈ ലേക്കിന് ചുറ്റും വാക്കിംഗ് ട്രെയിൻ ഉണ്ട്. വേണമെങ്കിൽ നമുക്കങ്ങനെ നടക്കാം. പിന്നെ നമ്മളിനി ഇന്ന് ഓൾറെഡി വലിയൊരു നടത്തം കഴിഞ്ഞല്ലോ, അതുകൊണ്ട് റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തിട്ടാണ് ഫോക്സ് ഗ്ലേഷ്യറിലോട്ട് പോകുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു 8 മണിയൊക്കെ ആവും. ഫോക്സ് ഗ്ലേഷ്യർ വളരെ ചെറിയൊരു ടൗൺ ആണ്. അവിടെ നമുക്ക് എല്ലാ ഷോപ്സും തന്നെ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അടയ്ക്കും. ഞാൻ കുറച്ച് മാരിനേറ്റഡ് ചിക്കനൊക്കെ മേടിച്ചു. വണാക്കയോട് ബൈ ബൈ പറഞ്ഞ് നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഫോക്സ് ഗ്ലേഷ്യറിലോട്ട് ഇനിയും നമുക്കൊരു 3.25 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. നമ്മൾ വിചാരിച്ചതിലും കുറച്ചധികം സമയം വണാക്കയിൽ സ്പെൻഡ് ചെയ്തു. ഇനി പോകുന്ന വഴി ബ്ലൂ പൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു റിവർ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് നിർത്തണം. വീണ്ടും നമ്മുടെ ഡ്രൈവ് ഒരു രക്ഷയില്ലാത്ത വഴികളിൽ കൂടിയാണ്. നമ്മൾ കണ്ടതിലും മനോഹരമാണ് കാണാനിരിക്കുന്നതെന്ന് പറയില്ല, അതുപോലെയാണ്. അത്രയും മനോഹരമായിട്ടുള്ള ഡ്രൈവായിരുന്നു.
നമ്മളങ്ങനെ ബ്ലൂ പൂൾസിൻ്റെ പാർക്കിങ്ങിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഴയാണ്. ഞങ്ങൾ വിചാരിച്ചു എന്താണെങ്കിലും വന്നതല്ലേ അവിടം വരെ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ചൊരു 15-20 മിനിറ്റ്സ് നടക്കാനുണ്ട്. ബ്ലൂ പൂളിലോട്ട് പോകുന്ന വഴിയാണിത്. ഇത് മക്കറോറ റിവർ എന്നാണ് ഈ റിവറിൻ്റെ പേര്. അപ്പോൾ ബ്ലൂ പൂൾ എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. നല്ല രസമാണ് കേട്ടോ. ഈ റിവർ കാണാൻ തുടങ്ങുമ്പോൾ തൊട്ട് എന്തൊരു ബ്ലൂ കളറാണ് അല്ലേ. പിന്നെ കുറച്ചിങ്ങനെ ചെറിയ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയി നമ്മൾ ഈ ഒരു സ്വിംഗ് ബ്രിഡ്ജിലെത്തും. ഇവിടെ എത്തിക്കഴിയുമ്പം നമുക്കിതിൻ്റെ ആദ്യത്തെ ഒരു വ്യൂ കിട്ടും. എനിക്ക് ഏറ്റവും രസമായി തോന്നിയത് ഈ വെള്ളത്തിൻ്റെ ഒരു കളറാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് രണ്ടാമതൊരു വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. അതുപോലെ നമുക്ക് ആ റിവറിൻ്റെ അടുത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ കളിക്കാനും കുളിക്കാനും ഒക്കെ പറ്റും. അങ്ങനെ കുറേ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അനദർ ഒരു 10-15 മിനിറ്റ്സ് ആണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ പോയി. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഡീപ്പ് ബ്ലൂ അങ്ങനത്തെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ്. നമുക്കിവിടെ സ്റ്റേയേഴ്സ് ഉണ്ട്. അതുവഴി നമുക്ക് താഴെ ഈ റിവറിൻ്റെ അടുത്തോട്ട് പോവാം. മഴ പെയ്യുന്നത് കൊണ്ടും പിന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ല ലേറ്റ് ആയതുകൊണ്ടും ഞങ്ങൾ പിന്നെ അതിനൊന്നും നിന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ തിരിച്ച് പാർക്കിങ്ങിലോട്ട് പോയിട്ട് നമ്മുടെ ഫോക്സ് ഗ്ലേഷ്യറിലോട്ടുള്ള ഡ്രൈവ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ന്യൂസിലൻഡിൽ സ്റ്റേറ്റ്സിന് പകരം റീജിയൻസ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഈ ക്വീൻസ് ടൗൺ, വണാക്ക അതൊക്കെ ഒട്ടാഗോ റീജിയനായിരുന്നു. ഇനി നമ്മൾ ഈ ഫോക്സ് ഗ്ലേഷ്യർ എന്നൊക്കെ പറയുമ്പോൾ വെസ്റ്റ് കോസ്റ്റ് റീജിയനാണ്. അപ്പോൾ ഈ ഒട്ടാഗോ റീജിയനെയും വെസ്റ്റ് കോസ്റ്റിനെയും കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഹാസ്റ്റ് ബ്രിഡ്ജ്. ഇത് വലിയൊരു ബ്രിഡ്ജാണ്. ഇത് അക്രോസ് ഹാസ്റ്റ് റിവറാണ്. ഇതിൻ്റെ ലെങ്ത് ഏകദേശം 750 മീറ്റേഴ്സാണ്. ഇത് വൺ വേ ആണ്. അപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ പുൾ ഓവർ ബേസ് ഉണ്ട്. എങ്ങാനും അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. വെള്ളമൊക്കെ കുറവായിരുന്നു. അവിടെ ഇങ്ങനെ ഭയങ്കര പൊടിക്കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് പൊടിയാണെന്നൊന്നും ആദ്യം മനസ്സിലായില്ല. മഴയൊക്കെ പെയ്ത് കഴിയുമ്പം ഇവിടെ കുറച്ചുകൂടെ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി ഒരു മാജിക്കൽ വ്യൂ ആയിരിക്കും. നമ്മൾ കുറച്ച് ദൂരം പോയപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാൻ മാത്രം സ്ഥലമുള്ള അത്രയും വീതി കുറഞ്ഞ ഒരു ബ്രിഡ്ജാണ്. പക്ഷേ രണ്ട് സൈഡിലും വണ്ടി നിർത്തി പാസ് ചെയ്യാനുള്ള പാസിംഗ് ബേ ഉണ്ട്. ഓരോ 200 മീറ്റേഴ്സിലും ഇതുപോലത്തെ പാസിംഗ് ബേ ഉണ്ട്. ആൻഡ് ഈ ഒരു ട്രാവലിൽ എന്തോരം ബ്രിഡ്ജസ് ആണെന്നറിയോ. വലിയ ബ്രിഡ്ജസ് അല്ല, ചെറിയ ചെറിയ ബ്രിഡ്ജസ്. കാരണം ഇവിടെ ഒരുപാട് ക്രീക്സ് ഉണ്ട്. അപ്പോൾ ഓരോ 1 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 2 കിലോമീറ്ററിലും ഒരു ചെറിയ ബ്രിഡ്ജ് ഉണ്ടാവും. അങ്ങനെ നല്ല അടിപൊളി ഡ്രൈവായിരുന്നു. ഞങ്ങൾ ഇവിടെ ഫോക്സ് ഗ്ലേഷ്യർ എത്തിയപ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ കഴിഞ്ഞു. സമ്മർ ആയതുകൊണ്ടാണ് ഇപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മളിവിടെ ഒരു ഹോളിഡേ പാർക്കിലാണ് നമ്മുടെ ഇന്നത്തെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ചെറിയൊരു ടൗൺ ആണ്. ഈ കാണുന്ന അത്രയേ ഉള്ളൂ ഫോക്സ് ഗ്ലേഷ്യർ ടൗൺ എന്ന് പറയുന്നത്. ഈ ടൗണിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു അക്കോമഡേഷനും. എനിക്ക് തോന്നുന്നു ഒരു 500 മീറ്റേഴ്സ് എന്തോ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഹോളിഡേ പാർക്കാണ്. ക്യാരവാനൊക്കെ പാർക്ക് ചെയ്യാനും അങ്ങനത്തെ ഒക്കെ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്യാരവാനൊക്കെ ഹയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഹോളിഡേ പാർക്കിൽ നമുക്ക് സൈറ്റ് ബുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാം, ചാർജ് ചെയ്യാം, അങ്ങനെയൊക്കെ. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീട്. ചെറിയൊരു കിച്ചൺ, പിന്നെ ടോയ്ലറ്റും കാര്യങ്ങളും, പിന്നെ അതിൻ്റെ അതർ സൈഡിൽ ഒരു ബെഡ്റൂം, ആ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കൂടി അടുത്തൊരു ബെഡ്റൂം, അങ്ങനെയാണ് കേട്ടോ. അത്യാവശ്യം സൗകര്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഹോളിഡേ പാർക്ക്. ഈ ഹോളിഡേ പാർക്കുകൾ നല്ല രസമാണ്. നമുക്ക് അത്യാവശ്യം ചെറിയ പാർക്കും കുറേ പ്ലേ ഗ്രൗണ്ടും പിന്നെ വലിയ കിച്ചൺ ഫെസിലിറ്റീസ്, ഡ്രയർ, വാഷർ, അങ്ങനത്തെ ഫെസിലിറ്റീസ്, നല്ല സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഹോളിഡേ പാർക്ക് എന്ന് പറയുമ്പോൾ. അതൊരു ഗേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ഏരിയ ആണ്. അതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ അക്കോമഡേഷൻസും അതുപോലെ ഈ ക്യാരവാനൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കുറച്ച് നേരം അതിലൊക്കെ കറങ്ങി നടന്ന് പിന്നെ നമ്മൾ മേടിച്ച ചിക്കനൊക്കെ ഒന്ന് പാൻ ഫ്രൈ ചെയ്തു. ഞാൻ കുറച്ച് ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി, പിന്നെ കുറച്ച് സാലഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതെല്ലാം കൂട്ടി ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെയായിരുന്നു നമ്മുടെ ഡേ 7 ഇൻ ന്യൂസിലൻഡ്. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.